ജീവിതം നൽകാം കാഴ്ചയായി താഴ്വരി മലയിൽ ത്യാഗമായി തീർന്നമോ ജീവിതം നൽകാം കാഴ്ചയായി ഒരു മഞ്ചിറാതതി നീ തന്നൊരിതാൻ അണഞ്ഞു പോകാതെ ഞാൻ കരുതി വയ്ക്കാം ഒരു മനുഷ്യനാഥൻ നീ തന്നൊരിതാൻ അണഞ്ഞു പോകാതെ ഞാൻ കരുതി വയ്ക്കാം ബലിദാനമായവൻ ബലിയേകുവാനായി കരുണയോടെ വിളിച്ചു അർഹത നോക്കാതെ അവികല സ്നേഹത്തിൽ പങ്കുചേരാൻ ക്ഷണിച്ചു അർഹത നോക്കാതെ അവികല സ്നേഹത്തിൽ പങ്കുചേരാൻ ക്ഷണിച്ചു അഭിവന്യ പിതാവേ, ജൂബിലേറിയിൽ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛാ, ബഹുമാനരായ അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇമ്മാനുവൽ അച്ഛൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഈ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത്. പ്രത്യേകിച്ച് നാഗപ്പുഴ ഇടവകാംഗങ്ങളും പട്ടക്കുന്നേൽ കുടുംബാംഗങ്ങളും പട്ടക്കുന്നേൽ കുടുംബത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി അത്യധികം ആഹ്ലാദത്തോടുകൂടി ആഘോഷിക്കുന്നതിന് ഇവിടെ ഒന്നുചേർന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നാഗപ്പുഴ ഇടവകയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള വൈദികനാണ്. CST സഭാംഗമാണ് അച്ഛനെന്ന് എല്ലാവർക്കും അറിയാം. 1974 ഡിസംബർ 18-ാം തീയതിയാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത്. ആലുവ മംഗലപുഴ സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി സന്യാസ പരിശീലനവും അതിനിടയിൽ പൂർത്തിയാക്കി തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള CST ഭവനങ്ങളിൽ കോഴിപ്പള്ളി, മുല്ലക്കാനം, ആലുവ മേജർസ്മാരി, പ്രൊവിൻഷ്യൽ ഹൗസ് ഇവിടങ്ങളിലെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂരിലും പഞ്ചാബ് മിഷനിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാലക്കാട് രൂപതയിലെ പാലപ്പുഴി ഇടവകയിലും അദ്ദേഹത്തിൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു ധ്യാനപ്രസംഗകനും അനുരഞ്ജന കൂദാശ പരികർമ്മം ചെയ്യുന്നതിൽ അതീവ തീക്ഷ്ണത പുലർത്തുന്ന വൈദികനുമാണ്. ഇപ്പോൾ അദ്ദേഹം ഇല്ലിത്തോട് CST ആശ്രമത്തിൻ്റെ സുപ്പീരിയറാണ്. എങ്കിൽ പോലും ആ തിരക്കിട്ട ജോലികളിലും അദ്ദേഹം ആഴ്ചയിൽ 4 ദിവസമെങ്കിലും മുതലക്കോട് പള്ളിയിൽ അനുരഞ്ജന കൂദാശ പരികർമ്മം ചെയ്യുന്നതിന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഗപ്പുഴ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ ഈ ഇടവകയിൽ നിന്നുള്ള ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ പോരാ, ഈ ഇടവകയിൽ തന്നെ എപ്പോഴും സംരംഭനാകുന്ന വൈദികനാണ്. 8 നോയമ്പ് തിരുനാളിന് ഇവിടെ വന്നു ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടുത്തെ വികാരിയച്ഛൻ ഇമ്മാനുവൽ അച്ഛനാണോ എന്ന് സംശയം തോന്നാറുണ്ട്. കാരണം എല്ലാ കുർബാന സമയത്തും വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് അച്ഛനാണ് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് നൽകി പോരുന്നത്. അത് വികാരിയച്ഛൻ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. കൃത്യമായി സൂക്ഷ്മതയോടുകൂടി വേണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചു പോകുന്നുണ്ട്. ഇടവകയിലെ ഏത് ആവശ്യത്തിലും ഇവിടെ വന്നു ചേരുന്നതിനും സഹകരിക്കുന്നതിനും
അദ്ദേഹം വളരെയേറെ താല്പര്യം പുലർത്തി പോന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ഇടവകങ്ങൾക്ക് വളരെയേറെ സ്നേഹവും താല്പര്യവുമുണ്ട്. അദ്ദേഹത്തിനുമുണ്ട് തിരിച്ച് ഈ ഇടവകയോടും ഇടവകയിലെ എല്ലാ പരിപാടികളോടും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തൻ്റെ കുടുംബാംഗങ്ങളോട്, ജ്യേഷ്ഠ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരോടും കൊച്ചുമക്കളോടുമെല്ലാം വളരെയേറെ സ്നേഹവും താല്പര്യവും. അവർക്കും അതുപോലെ തന്നെയാണ്. അവരുടെ സജീവമായ ആഗ്രഹത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും പ്രതിഫലനമാണ് ഈ ജൂബിലി ആഘോഷം. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനെയും സഹോദര പുത്രനെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെ സന്നിഹിതനായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛന് ആശംസകൾ നേരുന്നതിനും സുവിശേഷ സന്ദേശം നൽകുന്നതിനും അഭിനന്ദ പിതാവ് മാർ ജോർജ് മഠത്തിഘട്ടത്തിൽ സമയം കണ്ടെത്തി എന്നത് പിതാവിനും രൂപത കുടുംബത്തിനും ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ബന്ധത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഒരു സൂചനയാണ്. അഭിനന്ദ പിതാവിനെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം CST സഭയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോർജ് ആറാഞ്ചേരി അച്ഛനും പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പലച്ചനും നമ്മുടെ ഇടവകാംഗവും രൂപതയുടെ മുൻ വികാരി ജനറലുമായ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കീരമ്പാറ അച്ഛനും രൂപത മൈനർ സെമിനാരി റക്ടർ ബഹുമാനപ്പെട്ട മാത്യു കൊച്ചുമുടക്കിലച്ചനും ഇപ്പോൾ സഹകാർമ്മികരായി തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പരിവേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട അച്ഛനോട് ബന്ധപ്പെട്ടിട്ടുള്ള CST സഭാംഗങ്ങളും കോതമംഗലം രൂപതാംഗങ്ങളും ഈ ഇടവകയിൽ നിന്നുള്ള വൈദികരും, അനേകം വൈദികരുടെ സന്നിഹിതരാണ്. എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അച്ഛൻ്റെ സഹോദരിമാരുണ്ട്, അനന്തരവന്മാരുണ്ട്, അവരോട് ബന്ധപ്പെട്ടവരും അല്ലാതെയും അച്ഛൻ്റെ സ്നേഹ ശുശ്രൂഷകൾ ആവോളം അനുഭവിച്ചു പോരുന്ന ബഹുമാനപ്പെട്ട സഹോദരിമാർ വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്ന് ഇവിടെ സന്നിഹിതരാണ്. ഇടവാംഗങ്ങളായ സഹോദരിമാരും എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഇടവകാംഗങ്ങൾ പാരിഷ് കൗൺസിൽ അംഗങ്ങളും കൈക്കാരന്മാരും പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബം താമസിക്കുന്ന 2ാം വാർഡിലെ കുടുംബാംഗങ്ങളും ഇവിടെ സന്നിഹിതരാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പണത്തിൽ നമുക്ക് സജീവമായി പങ്കുചേർന്ന അച്ഛനെയും അച്ഛൻ്റെ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഇഷ്ടമായി പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ ജൂബിലി തിരി പ്രതികരിക്കുകയാണ്. ദൈവ അനുഗ്രഹത്തിൻ്റെ 50 വർഷങ്ങളെ സ്മരിച്ചുകൊണ്ട് നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകൃതിയുടെയും ബലി നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങൾ എല്ലാം നമ്മൾ സമർപ്പിക്കാൻ പോകുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നിത്യപിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നാളിതുവരെ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് ഭക്തിയോടെ സമർപ്പിക്കാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ വച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണം. ആത്മശരീരങ്ങളെ ഭൗതീകരിക്കുന്ന പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞ നിലയിൽ ക്ഷേമതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരേക്കും.
കർത്താവേ രാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിയൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവിന് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ ശ്രമിക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 25-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളുടെ 7 സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായി അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങി പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ ധാന്യം വിളയുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിന്റെ അയൽക്കാരന് എന്തെങ്കിലും വിൽക്കുകയോ അവരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. അടുത്ത ജൂബിലി വരെയുള്ള വർഷങ്ങളുടെ കണക്കനുസരിച്ച് അയൽക്കാരനിൽ നിന്ന് നീ വാങ്ങണം. വിളവിന്റെ വർഷങ്ങളുടെ കണക്കനുസരിച്ച് അവൻ നിനക്ക് വിൽക്കട്ടെ. വർഷങ്ങൾ കൂടിയിരുന്നാൽ വില വർദ്ധിപ്പിക്കണം, കുറഞ്ഞിരുന്നാൽ വില കുറയ്ക്കണം. എന്തെന്നാൽ വിളവിന്റെ വർഷങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് അവൻ നിനക്ക് നൽകുന്നത്. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 61-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. വിമോചനത്തിന്റെ സദ്വാർത്ത. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തകർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും. പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ കല്ലേറിയ ഗീതികളാൽ കർത്താവിൻ ദിവസത്തിൽ നമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ.
ദൈവികവുമായ കൽപ്പനകളും മന്ത്രസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനേക്കും. എൻ്റെ സഹോദരരെ, ഹെബ്രായരുടെ ലേഖനത്തിലുള്ള വായന 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സംസ്ഥാനത്തോട് പെരുമാറാൻ അവന് കഴിയും. ഈ കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയെന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തു പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ ബോധ്യപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ ബോധ്യപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 7 മുതലുള്ള തിരുവചനങ്ങൾ. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകളിൽ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിറച്ചു കളയുകയും ചെയ്യും.
അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആളുകളെ പറ്റി താല്പര്യം ഇല്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആളുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈശോയിലെ എത്രയും ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നാം ഇന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ദൈവത്തിന് നന്ദി പറയുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഏറെ സന്തോഷവും നന്ദിയും നമുക്ക് 50 വർഷക്കാലം പൗരോഹിത്യ ശുശ്രൂഷയിൽ വളരെ ഫലപ്രദമായി അനുഗ്രഹപ്രദമായി ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മൾ അച്ഛനെ കാണുമ്പോഴും അച്ഛൻ്റെ പ്രാർത്ഥനയും ഗാനങ്ങളും എടുക്കുമ്പോഴും സംശയം വരും. സുവർണ്ണ ജൂബിലിയാണ് അതോ സിൽവർ ജൂബിലിയാണ്? ഇടയിലും സുവർണ്ണ ജൂബിലിയാണ്. നല്ല സ്വരത്തിൽ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ കണ്ടാലും പ്രായം തോന്നിയില്ല. പക്ഷേ 50 വർഷക്കാലം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായ കാര്യമാണല്ലോ. 1974 ഡിസംബർ 18 മംഗലപ്പുഴ സെമിനാരിയിൽ വെച്ചായിരുന്നു പൗരോഹിത്യ പട്ട സ്വീകരണം. അതിനുശേഷം പഞ്ചാബ് മിഷൻ മുതൽ പഞ്ചാബ് മിഷനിലെ ആദ്യത്തെ ശുശ്രൂഷ അവിടെയായിരുന്നു. ഇന്ന് ഇലിഫോർഡ് ധ്യാനകേന്ദ്രം വരെ 50 വർഷക്കാലത്തെ യാത്ര അതേറെ അനുഗ്രഹപ്രദമായിട്ടുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരു യാത്രയായിരുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയുവാനുള്ള അവസരമാണ്. ജൂബിലി എന്നുള്ളത് ഇന്നത്തെ വായനയെ നാം ശ്രമിച്ചതുപോലെ 50-ാം വർഷം ജൂബിലിയായിട്ട് ആഘോഷിക്കണം. കർത്താവിൻ്റെ നിർദ്ദേശമാണ്. ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ 50-ാം വർഷമാണ് ശരിയായി ജൂബിലി ആഘോഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഈ ജൂബിലി ആഘോഷിക്കുവാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സന്തോഷമുണ്ട്. ഇത്രയും വൈദികരും ഇത്രയും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ വിശ്വാസികൾ മറ്റേ സഹോദരി സഹോദരന്മാരും എല്ലാം വരുമ്പോൾ നാം വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത് എന്ന് ഓർക്കുന്നത്. പ്രധാന കാരണം അച്ഛൻ്റെ വലിയ ശുശ്രൂഷയും അച്ഛൻ്റെ ഇടപെടലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടുപറ്റിയാൽ ആരെയും മറന്നു പോകില്ല. നമുക്ക് അച്ഛനെ മറക്കാൻ സാധിക്കില്ല. ഇവിടെ വികാരിച്ച് സൂചിപ്പിച്ചതുപോലെ തിരുനാളിൽ വരുന്നൊരു സംശയിക്കും വികാരിച്ചനാണോ അതെയോ ഇവിടെ സഹായിക്കുമെന്ന് അച്ഛനാണ് സംശയം വരുന്നത്. എനിക്ക് തോന്നി മറക്കോടുന്ന പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. മറക്കോട്ട് ഇപ്പോൾ വികാരിച്ച് മുന്നിലുണ്ട്. മറക്കോട്ട് ഇപ്പോൾ സംസാരിപ്പിക്കാനായിട്ട് ആഴ്ചയിൽ 2 ദിവസം വരുമെന്ന് തോന്നുന്നു. വരുന്നവരോടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് അച്ഛൻ അവിടുത്തെ ആളാണെന്ന് ഞാൻ കരുതുന്നു. അത് വലിയൊരു കാര്യമാണ്. എവിടെ പോയാലും ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ്. ഇവിടെ ഞാൻ അച്ഛൻ്റെ സഹോദരി സഹോദരന്മാരെ കാണുന്നുണ്ട്. അതും നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ്. സഹോദരി സഹോദരന്മാർ എല്ലാവരും ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിലെ ഇവിടെ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സഹോദരി തമ്മിൽ വേർപെട്ടു പോയി, ഒരു സഹോദരനും ഈ കുടുംബത്തിൽ വേർപെട്ടു പോയി. പിന്നെ അന്നക്കുട്ടി സഹോദരിയുണ്ട്. അവരുടെ സിസ്റ്റർ വിനിയാണ്. നമ്മുടെ രൂപതയിൽ പ്രീസ്റ്റ് റൂമിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് ജോർജ് സഹോദരനും നമ്മിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. അങ്ങനെ പിന്നെ സിസ്റ്റർ ഡോമിനിക് നമ്മുടെ കൂടെയുണ്ട്. ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ബഡ്ജറ്റ് സഹോദരിയുണ്ട്. അങ്ങനെ ഈ സഹോദരി സഹോദരന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ
അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ജൂബിലി ആഘോഷം നടത്തുവാൻ സാധിക്കുക എന്ന് ദൈവാനുഗ്രഹമായിട്ട് കരുതുകയാണ്. ആദ്യമായി ചെന്നൈ അച്ഛന് ഈ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ നാൾ വഴി നോക്കിയപ്പോൾ എല്ലാ സ്ഥലത്തും തന്നെ 6 വർഷം ബിഷപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു ടൈം 3 വർഷമാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അതായത് സന്യാസിനിമാരുടെയും സന്യാസിമാരുടെയൊക്കെ അല്ലെങ്കിൽ റിലീജിയസ് കോൺഗ്രിഗേഷൻ ഉള്ളവരുടെയൊക്കെ ഒരു ടൈം ശുശ്രൂഷ എന്ന് പറയുന്നത് 3 വർഷം ഞാൻ കരുതുന്നു. അച്ഛൻ്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും 6 വർഷം കാണുന്നത്. അതിൻ്റെ അർത്ഥം 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞാണ് അച്ഛൻ മാറരുത്, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് പറഞ്ഞാണ് മാറരുത്, അവിടെ തന്നെ ഇരിക്കണം. കാരണം നല്ല ശുശ്രൂഷയായിരുന്നതിൻ്റെ തെളിവാണ്. പഞ്ചാബ് മിഷനിൽ 6 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് ബാംഗ്ലൂർ സെമിനാരിയിലെ CSC സെമിനാരിയിൽ 6 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇടവകയിൽ മാത്രമേ അദ്ദേഹം വികാരിയായി സേവനം ചെയ്തിട്ടുള്ളൂ. അത് പാലക്കാട് ജില്ലയിലെ പാലക്കുഴി ഇടവകയിലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരുന്നു പറയുന്നത്. ബാക്കി കാലഘട്ടം മോശമല്ല, എങ്കിലും ഇടവക ജനങ്ങളുമായിട്ടുള്ള വലിയ അടുപ്പത്തിൽ ബന്ധത്തിൽ ജീവിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെ ഷെഡിൽ തുടങ്ങിയിരുന്ന ആ ദേവാലയം നല്ലൊരു പള്ളി പണിയുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ജനങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സാധിച്ചത്. പിന്നീട് കോതമംഗലം പ്രദേശത്ത് 12 വർഷം ഉണ്ടായിരുന്നു. ബോയ്സ് ടൗണിൽ 6 വർഷം, CST സെമിനാരിൽ 6 വർഷം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദീർഘകാലത്തെ ശുശ്രൂഷ ഒരേ സ്ഥലത്ത് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് ആ ശുശ്രൂഷയുടെ ഫലമാണെന്ന് ഞാൻ കരുതുന്നു. ശുശ്രൂഷ ഏറെ അനുഗ്രഹപ്രദമായിട്ട് നടത്തിക്കൊണ്ടാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം പിന്നീട് ലിറ്റിൽ ഫ്ലവർ മേജർ സെമിനാരി ആലുവയിൽ 6 വർഷക്കാലം, പിന്നെ ആലുവ ITIയിൽ 6 വർഷം. വീണ്ടും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇല്ലിത്തോട്ടിലെ ധ്യാന കേന്ദ്രത്തിൽ, ദർശന ധ്യാന കേന്ദ്രത്തിൽ 6 വർഷം ഉണ്ടായിരുന്നു. ഒരു വീണ്ടും 2ാമത് പ്രാവശ്യം 2 വർഷമായി. അപ്പോൾ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോഴും ജനങ്ങളുമായിട്ടുള്ള ബന്ധം പരിശീലന ശുശ്രൂഷയിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. ഞാൻ സൂചിപ്പിച്ചല്ലോ 2 വർഷം അല്ലെങ്കിൽ ഒരു ടൈം മാത്രമേ ഇടവകയിലുണ്ടായിരുന്നു. ബാക്കി സമയത്തെല്ലാം യുവജനങ്ങളോടൊപ്പം സെമിനാരിക്കാരോടൊപ്പം ജീവിക്കുവാൻ സാധിച്ചു. ചെറുപ്പമായിട്ട് തോന്നിക്കാൻ കാരണം എപ്പോഴും സെമിനാരിക്കാരോടും ചെറുപ്പക്കാരോടൊപ്പം ജീവിച്ചതുകൊണ്ടായിരിക്കാം ആ യുവത്വം മാറാതെ തന്നെ എപ്പോഴും സൂക്ഷിക്കാൻ സാധിക്കുന്നത്. നല്ല കാര്യമാണ്. അങ്ങനെ ഏത് മനുഷ്യനെ കണ്ടുമുട്ടിയാലും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള അച്ഛൻ്റെ പ്രത്യേകതയാണ് കണക്കാക്കുകയാണ്. ഒരു നല്ല പുരോഹിതനെ കുറിച്ച് പറയുന്നത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു കാര്യമാണ്. നല്ല പുരോഹിതനാരാധനെ കുറിച്ച് പറയുന്നത് ബന്ധങ്ങളുടെ മനുഷ്യനാണ് നല്ല പുരോഹിതൻ. സിസ്റ്റേഴ്സിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ? പലരും പറഞ്ഞതേ ഉള്ളൂ. നല്ല ബന്ധങ്ങൾ പുലർത്തുന്ന വ്യക്തി നല്ല പുരോഹിതനായിരിക്കും, നല്ല സിസ്റ്ററായിരിക്കും എന്ന് പറയും. കാരണം ആദ്യമായിട്ടുള്ള ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തി നല്ല വ്യക്തിയായിരിക്കും, നല്ല പുരോഹിതനായിരിക്കും, നല്ല സമർപ്പിതയായിരിക്കും, നല്ല കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കും. ദൈവവുമായിട്ട് ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ വളരെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് മനോഹരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു അനുഭവവേദ്യമായ രീതിയിലാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ കേട്ടത്. ഇനി അങ്ങനെ കേൾക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം ദൈവവുമായി നല്ല ബന്ധം നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളുമാണ്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കുമ്പസാരിപ്പിക്കുക എന്നത് അച്ഛൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. കാരണം അനേകം പേരെ ദൈവസന്നിധിയിലേക്ക് അനയിക്കുവാനായിട്ട് സാധിക്കുന്നു. അനുരഞ്ജന കുദാശ വഴിയായിട്ട് കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അനുരഞ്ജന കുദാശ പരിക്രമം ചെയ്യുവാൻ അദ്ദേഹത്തിന് ഏറെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് പോലും പേരൊന്ന് പറയാം എങ്കിലും അവർക്കൊടുത്ത് സ്വമനസാനെ അവിടെ സംസാരിപ്പിക്കാനായിട്ട് 2 ദിവസം ആഴ്ചയിൽ പോകുന്നത്. അതുപോലെ ഇവിടെ പള്ളിയിൽ സൂചിപ്പിക്കുന്നുണ്ടായി. ഇവിടെ ഈ ഇടവകയിലെ തിരുനാളിന് ഒരിക്കൽ പോലും വനത്തിന് എല്ലാ വർഷവും വളരെ കൃത്യമായിട്ട് വരികയും ഉപസാരത്തിൻ്റെ ശുശ്രൂഷ ഫലപ്രദമായി നടത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധം, ദൈവവുമായി മറ്റുള്ളവരെ ബന്ധപ്പെടുത്തുവാനുള്ള താല്പര്യം അത് പ്രധാനപ്പെട്ട കാര്യമാണ്.
പറ്റിയാന്മാരായിട്ട് പോകുന്ന അച്ഛന്മാരെ സൂക്ഷിക്കുന്നു പറയാം. എന്ന് വെച്ചാൽ പൗരോഹിത്യ ശുശ്രൂഷ പറ്റിയ ശുശ്രൂഷയല്ല, അത് സമർപ്പിത ശുശ്രൂഷ. പൗരോഹിത്യ ശുശ്രൂഷ അതൊരു കൂട്ടായ്മ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പുരോഹിതന്മാർ പരസ്പരമുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛനങ്ങനെ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത്രയും അച്ഛന്മാർ നമ്മുടെ CST കോൺഗ്രിഗേഷനിൽ നിന്നും അവിടെ മറ്റ് കോൺഗ്രിഗേഷനിൽ നിന്നും ആൾക്കാരുണ്ട്. അവിടെ രൂപതയിൽ നിന്നുണ്ട്, ഇടവകയിൽ നിന്നുണ്ട്, മറ്റിടവകയിൽ നിന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വരാൻ കാരണം അച്ഛൻ നല്ല ബന്ധമുണ്ട്. വീണ്ടും ഒരു കാര്യം പറയുന്നത് ആർക്ക് ശുശ്രൂഷ ചെയ്യുന്നു ആ ദൈവജനവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവജനവുമായി നല്ല ബന്ധം പുലർത്തിയാൽ നല്ല പൗരത്വത്തെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അച്ഛനെ ഈ ബന്ധങ്ങൾ 4 ബന്ധങ്ങൾ വളരെ സുദൃഢമായിട്ടുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധം, ആധികാരികമായിട്ടുള്ള ബന്ധം, പുരോഹിതമായിട്ടുള്ള ബന്ധം, ദൈവജനവുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധത്തിൽ നല്ല രീതിയിൽ മുന്നേറുന്നത് കൊണ്ട് അച്ഛൻ്റെ പൗരത്വ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി സന്തോഷപ്രദമായി മുന്നോട്ട് പോകുന്നു. ബന്ധപ്പെട്ട് അച്ഛനെ വളരെ സന്തോഷമുണ്ട്. സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ സാധിക്കും. ഒരു ദൈവാനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ ജൂബിലി ആഘോഷിക്കാൻ സാധിക്കുന്നു. അച്ഛൻ്റെ ദൈവമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇടയൻ്റെ മനോഭാവത്തോടുകൂടി സുവിശേഷമായ ഈശോ നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ്റെ മനോഭാവത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. റിട്ടയർ ചെയ്യുന്ന സമയമായിട്ടില്ല, കാരണം കണ്ടു കഴിഞ്ഞാൽ റിട്ടയർ ഒന്നുമായിട്ടില്ല. ഇനിയും അനേക വർഷങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് വടക്കുന്ന കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഈ ജോലി നടത്തുവാനായിട്ട് താല്പര്യപ്പെടുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഇത് ഭംഗിയായി അറേഞ്ച് ചെയ്യുകയും ചെയ്തു. വികാരിച്ചതും ഇവിടെയുള്ള ജനങ്ങളെല്ലാം നല്ല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് CST സംഭാവനകളായ വൈദികരെ അഭിനന്ദിക്കുന്നു. അച്ഛൻ കോൺഗ്രിഗേഷനിലാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിലും സഭയുടെ മൊത്തം സ്വത്താണ് പറയുന്നത്. കോതമംഗലം ദേവാലയ സംബന്ധിച്ച് പറയുമ്പോൾ അച്ഛന് വളരെ സന്തോഷവും താല്പര്യമുണ്ട്. അവിടെ അരമനി വരുമ്പോഴൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഒത്തിരിയേറെ സംസാരിക്കാറുണ്ട്. കാരണം പറയുന്നു കോതമംഗലം ദേവാലയയിലെ ശുശ്രൂഷിക്കാൻ സാധിച്ചു. വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ യുവതയിൽ ജനിച്ചു വളർന്ന് ഈ ശുശ്രൂഷ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ നോർത്തിലും അതുപോലെ തന്നെ കേരളത്തിലും പല ഭാഗത്തും ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഇനിയും ഏറെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കട്ടെ. ദൈവം അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. പൗരോഹിത്യ ശുശ്രൂഷയിൽ ജീവിതകാലം മുഴുവനും അനേകർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുവാൻ ഇനി സാധിക്കട്ടെ എന്ന് നമുക്ക് വെച്ച് പ്രാർത്ഥിക്കാം. എല്ലാം മംഗളങ്ങളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളോട് വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ മുഖത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥാനേക്കും. ദൃഢമായി ശരണപ്പെട്ടു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല
സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകാരണിയരും ഭാവിയിലുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരാക്കി അങ്ങ് നൽകിയായ ദാനം തികഞ്ഞ സ്നേഹത്തോടും വിശ്വാസത്തോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമേ. അങ്ങയോട് നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. ഉയരങ്ങളിലെ
ഹൃദയവികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിക്കൂ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിലെ സ്തുതിയും എല്ലാ നാവുകളുടെ കൃതജ്ഞതയും എല്ലാ സ്വരങ്ങളും പരിചയം എന്തുകൊണ്ട് നാലക ലോകത്തെയും അതിന്റെ സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും കാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ ആരാധിക്കുന്നു. അഗ്നിഭയന്മാരുമായ സ്വർഗീയ ശക്തികൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഭയന്മാരുടെ പ്രസാദന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇടവരും പരിചയമാകുന്നതുമായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു.
വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളെ ആശ്രയിക്കാൻ കഴിയാത്ത വിധം വലിയ അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പ്രതിശോധനകളെ സമർപ്പിക്കുകയും ചെയ്യും. പാപികളായ ഞങ്ങളെ കടകൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ ഹൃദയത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നെ. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും ബിഷപ്പുമായ മാർ ജോർജ് മെത്രാനും പുരോഹിതന്മാർ ശംശാനന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷകർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായ വിധമർത്തിച്ച് നീതിമാന്മാരും നിശബ്ദരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ സ്നേഹിത ഉപകാരികൾ എന്നിവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം പ്രതീക്ഷിക്കുന്നവർക്കും ഏറെ പ്രത്യേകമായി ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആരാധന സമൂഹത്തിന് മുഴുവനും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുഴുവനും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ ആവശ്യത്തിന് ആശീർവദിക്കുകയും ഭൗതീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ഭൗതികം പാവങ്ങളുടെ മോചനത്തിനും മരിച്ചയുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തേണ്ട അവരോട് ഒന്നിച്ച് സ്വകരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ,
ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം കേൾക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിത സമർപ്പിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ ഉള്ളതായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവ മരിക്കുകയില്ല, പ്രത്യുതപാമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ
സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കി ജനിക്കുന്ന ധനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാനവയ്ക്കുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ നീ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിലവിളിച്ച മനോശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, സജ്ജനായ സർവ്വൈശ്വര്യവാനായ ദൈവമേ, പാപപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേട്ടപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും മറ്റ് സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നുകൊണ്ടെന്ന സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം വിശുദ്ധ